ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്തകാ രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാമചന്ദ്ര പ്രഭുക്ക് ജയ്, ആഞ്ജനേയ സ്വാമിക്ക് ജയ്. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചത് സുഗ്രീവന്റെ അടുത്ത് പോയി ഹനുമാൻ സ്വാമി പറഞ്ഞ് സുഗ്രീവനെ കൂട്ടി ഭഗവാന്റെ അടുത്ത് വരുന്നതാണ്. അതാണ് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. അല്ല, വരുന്നതിന് മുമ്പേ ലക്ഷ്മണകുമാരൻ അവിടെ പോയിട്ട് പറഞ്ഞതാണ് കാര്യങ്ങൾ. അപ്പം നമുക്ക് പോകാമെന്ന് പറയുന്നു. അവിടെയാ വെച്ചത്. എന്താ പറയുന്നത് വെച്ചാൽ, അങ്ങനെ തന്നെ പുറപ്പെടുകയെങ്കിൽ നാം ഇങ്ങനെ പാർക്കയില്ലെന്ന സുഗ്രീവനും പേരിൽ കരേറി സുമിത്രാത്മജനുമായി ഭേരി മൃദംഗ ശംഖാദിനാദത്തോടും അഞ്ജനാപുത്ര നീലാംഗദാധീരലം അഞ്ജസാവാനരസേനയോടും തഥാ. അങ്ങനെ വലിയ ഗംഭീരായിട്ട് രാജാവല്ലേ ഇപ്പോൾ. അന്നുമാതിരി ഋഷമുഖാതിന്റെ മേലെ കയറിയിരിക്കുന്ന ഒരു കാട്ടുകുരങ്ങനല്ലല്ലോ രാജാവ്, കിഷ്കിന്ധയിലെ രാജാവ് സുഗ്രീവൻ. അപ്പോൾ ഭേരി മൃദംഗം എല്ലാം ഒക്കെ വേണ്ടേ, ശംഖനാദവും. വലിയൊരു സൈന്യത്തോടുകൂടി ഭഗവാൻ വരുന്നത് ഇങ്ങനെ സാമര സൈന്യൻ ആഖണ്ഡലനെ പോലെ അത്ര ഗംഭീരായിട്ടാണ് വരുന്നത്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ശ്രീരാമചന്ദ്ര പ്രഭു ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. എന്താ ഭാവം ഭഗവാന്റെ രൂപം എന്താ? ഗഹ്വരദ്വാരി ശിലാതലേ വാഴുന്ന വിഹ്വലമാനസം ചീരാജിനധരം ശ്യാമം ജടാമകുടോജ്വലം മാനവം രാമം വിശാല വിലോല വിലോചനം ശാന്തം മൃദുസ്മിത ചാരുമുഖാംബുജം കാന്താവിരഹ സന്തപ്തം മനോഹരം കാന്തം മൃഗപക്ഷി സഞ്ജയ സേവിതം ദാണ്ഡം മുതാ കണ്ടു ദൂരാൽ കവിവരൻ തേരിൽ നിന്നാശു താഴത്തിറങ്ങിയിടാൻ വീരനായൊരു സൗമിത്രിയോടും സദാ ശ്രീരാമ പാദാരവിന്ദാന്തികെ വീണു പൂരിച്ച ഭക്ര്യ നമസ്കരിച്ചിടിനാൻ. അങ്ങനെയുള്ള വലിയ ഗംഭീരഭാവത്തോട് വരുമ്പോഴത്തേക്ക് ഇവിടെ ഭഗവാൻ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു താടിക്ക് കൈയും കൊടുത്ത് ഇങ്ങനെ ആലോചനയോടുകൂടി ഇനിയെന്ത് ഇനി എങ്ങനെ എന്നുള്ള ഒരു ഭാവത്തിൽ ഇരിക്കുകയാണ്. എന്നാലോ കാണുമ്പം ഇനി എങ്ങനെയില്ല ആളായാലും വീണ് നമസ്കരിച്ച് പോകുന്നൊരു ഭാവം. ഇത്തിരി കറുത്ത് ആ ജടാമകടമൊക്കെ വെച്ച് ആ വലിയ നീണ്ടിടംപെട്ട രണ്ട് നേത്രങ്ങളോടും എന്നിട്ട് ശാന്തഭാവത്തിലും. അപ്പം മുഖത്ത് എപ്പോഴൊരു പുഞ്ചിരി ഉണ്ടല്ലോ. എന്നാലോ കാന്താവിരഹ സന്തപ്തം, ആ പത്നിയെ ജാനകി ദേവിയെ കാണാറതിലുള്ള ആ മനസ്സിങ്ങനെ ഒരു വിങ്ങലുണ്ട്. എന്നാലും ഭംഗിയാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ദൂരത്തുനിന്ന് കാണുമ്പോൾ വേഗം താഴെ ഇറങ്ങി പോയി നമസ്കരിച്ചു. വേഗം കെട്ടിപ്പിടിച്ചു, എഴുന്നേപ്പിച്ചിട്ട് സുഖല്ലേ എന്ന് ചോദിച്ചു. അതിൽ നമ്മൾ ആദ്യം ഒരാളെ കാണുമ്പോൾ ചോദിക്കണ്ട സുഖല്ലേ എന്ന് ചോദിച്ചു. അതുപോലെ ചോദിച്ചു, സുഖല്ലേ. നേരം പഠിച്ചടുത്തിരുത്തി അതിഥി സൽക്കാരമൊക്കെ ചെയ്തു. എന്താ ഈ വനത്തിൽ അതിഥി സൽക്കാരം ചെയ്യാനുള്ളത്? ഉള്ളത് കൊടുത്തു. അത് തന്നെ അങ്ങനെ പറഞ്ഞു. ഈ നോക്ക് ഭഗവാനെ, ഈ കലികുലത്തെ ഒന്ന് നോക്ക്, എത്രയാന്നുള്ളത്. ഒക്കെ ആ രാക്ഷസന്മാരെ മുഴുവനും കൊന്നൊടുക്കാൻ ഇവര് മതി. എന്താണ് അവിടുന്ന് ആജ്ഞാപിച്ച് അത് ചെയ്യാൻ കണക്കായിട്ടുള്ളവരാണ് ഇവരൊക്കെ. ഓരോരു പർവ്വതത്തിൻ്റെ ഓരോരു മലയിലും അങ്ങനെ താമസിക്കുന്നവരാണ് ഇവര്. പർവ്വത തുല്യ ശരീരികൾ നോക്കൂ, എത്ര വലിയ
ശരീരമാണ് ഓരോരാൾക്കും. എല്ലാവരെ വീര്യവും മതവും ഒക്കെ ഇവർ അടക്കും. അതുമാത്രമല്ല, ഇവർ ദേവാംശ സംഭവന്മാരല്ലേ. ദേവന്മാർ വന്നിട്ട് അങ്ങക്ക് സഹായത്തിന് വേണ്ടിയിട്ട് വാനരന്മാരായിട്ട് ജനിച്ചവരല്ലേ. ഇവരുടെ വില പരാക്രമൊന്നും പറയാനില്ല. ഇപ്പോഴും എനിക്കെന്താ പറയാനുള്ളത് വെച്ചാൽ, എല്ലാ ശീലഗുണമുള്ള വാനരൻ, നല്ല സ്വഭാവികളായ വാനരന്മാരെ ഇവർ അങ്ങ് ആജ്ഞാപിക്കുന്നത് കേട്ടിട്ട് അതുപോലെ അനുഷ്ഠിക്കാൻ വേണ്ടി വന്നവരാണ് ഭഗവാനെ. രഘുകുല പുങ്കവ എന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷകുലാധിപന ജാമ്പവാൻ ഉണ്ടല്ലോ, അദ്ദേഹം നമ്മുടെ ബ്രഹ്മാവിന്റെ മകനല്ലേ. കോടി ഭല്ലൂകവൃന്ദാധിപതി മഹാപ്രൗഢമതി ഹനുമാനിവൻ എന്നുടെ മന്ത്രിവരൻ മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജൻ ഈശാം ച സംഭവൻ. പോരെ, വേറെ ആരും വേണ്ട, നമ്മുടെ ഹനുമാൻ മാത്രം പോരെ. പിന്നെന്താ, നീലനുണ്ട്, ഗജനുണ്ട്, ഗവയുണ്ട്, ഗവാക്ഷനുണ്ട്, ദീർഘവാല് ഉള്ള ഒരാളുണ്ട്, മൈന്ദനുണ്ട്, വിവിധനുണ്ട്. അയ്യോ 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 പറയാനില്ല. അത്രക്കും നല്ല 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 ആൾക്കാരുണ്ട്. എല്ലാരും അങ്ങ് നോക്കി കാണണം എന്ന് പറഞ്ഞു. അന്നേരം ഭഗവാൻ ഒന്നും കൂടി കെട്ടിപ്പിടിച്ചു സുഗ്രീവനെ. പറഞ്ഞു, എനിക്കിപ്പം എൻ്റെ കാര്യമൊക്കെ എങ്കിലും അങ്ങേക്കുണ്ട്, എൻ്റെ മനസ്സിലുള്ള ഗൗരവം, കാര്യഗൗരവം ഒക്കെ അങ്ങേക്കുണ്ടെന്ന് എനിക്ക് മനസ്സിലായി സുഗ്രീവ. നീ പറഞ്ഞേക്ക്, എൻ്റെ ജാനകി ദേവീനെ അന്വേഷിക്കാൻ വേണ്ടി 4 ഭാഗത്തേക്കും പറഞ്ഞേക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ 4 ഭാഗത്തേക്കും പറഞ്ഞയച്ചു. എത്ര ആൾക്കാർ, 100,000 കവിവീരന്മാർ പോകണം. 1ഉം 2ഉം അല്ല, അവർക്കൊരു പടനായകനും വേണം. പിന്നെ ദക്ഷിണ ദിക്കിലേക്ക്, അതായത് തെക്ക് ഭാഗത്തേക്ക് ഗംഭീരന്മാരായ കുറേ ആൾക്കാർ പോകണം. അങ്കദൻ പോകണം, ജാമ്പവാൻ പോകണം, മൈന്ദൻ, വിവിധൻ, പിന്നെ നളൻ, ശരഭൻ, സുഷേണൻ, വാതാത്മജൻ, നമ്മുടെ ഹനുമാൻ. അങ്ങനെ എല്ലാവരും പോകണം. എന്നിട്ടോ 30 നാളിനകത്ത് വരണം. 1 മാസത്തിനുള്ളിൽ കണ്ടിട്ട് വരണം. അല്ലെ കാണാതെ കണ്ടിട്ടില്ലെങ്കിലും 30 ദിവസത്തിനുള്ളിൽ വന്നാൽ പിന്നെ ഒന്നും ഇല്ല. അല്ലെങ്കിൽ അട്ടിച്ചു വെല്ലെണ്ണത്തിന് കൊല്ലുഞ്ഞെന്നാ പറഞ്ഞത്. പ്രാണാന്തികം ദണ്ഡമാശു ഭുജിക്കണമേണാങ്കശേഖരൻ തന്നാണ്, മഹാദേവനാണ്. അതിനപ്പുറം സത്യം ഇല്ല. കണ്ടിട്ടില്ലെങ്കിൽ മുമ്പ് വരാം, കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് കാണുകയും ചെയ്യാതെ 30 ദിവസം കഴിഞ്ഞിട്ട് വരുന്നവരെ ഞാൻ കൊല്ലുകയെന്ന് ചെയ്യും എന്നാണ് പറഞ്ഞത്. എന്നിട്ട് ഭഗവാന്റെ അടുത്ത് പോയിട്ട് അവിടെ ഇരുന്നു. 4 ഭാഗത്തേക്കും കൂക്കി വിളിച്ച് കോലാഹലത്തോടുകൂടി എല്ലാവരും പോയി. അപ്പോഴ് നമ്മുടെ വായു തന്നെ വിളിച്ചു. ഹനുമാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഭഗവാൻ അറിയാലോ ഇന്ന ഭാഗത്തെ ആണ് ഇല്ലതെന്നും കുറേ ആൾക്കാർ പറഞ്ഞു കൊടുത്ത വിവരമുണ്ട്. അപ്പം പറഞ്ഞു, ഇത് ജാനകിയുടെ കയ്യിൽ കൊടുക്കണം. എൻ്റെ പേരെഴുതിയ മോതിരാണ്, അങ്കുലീയകം. സംശയം തീരാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കാര്യത്തിന് നീ തന്നെയാണ് പ്രമാണം, വേറെ ആരുമില്ല. ഹനുമാരെയും പറഞ്ഞു. ഒരു അടയാളവാക്കം പറഞ്ഞു കൊടുത്തു, സ്വകാര്യം. അത് നമ്മളോട് ആരും പറഞ്ഞില്ല, അതവർ സ്വകാര്യം. സീത ഒരു അടയാളവാക്ക് പറയുന്നുണ്ട്, അത് നമുക്കൊക്കെ കേൾക്കാം. ഭഗവാൻ പറഞ്ഞത് ശ്രീരാമചന്ദ്ര പ്രഭു പറഞ്ഞ അടയാളവാക്ക് രഹസ്യമായിട്ട് തന്നെ വെച്ചു. എൻ്റെ പത്നീനെ കൊണ്ടുപോയേ ആ രാവണൻ വാഴുന്ന സ്ഥലത്ത് ദക്ഷിണ ദിക്ക് നോക്കിയിട്ട് പോകണം. എത്ര വാനന്മാർ, 1,00,000 വാനന്മാർ, പുത്രവനേനും അതുപോലെ അങ്കദൻ, നീലൻ, ഗജൻ, ഗവൻ, ഗവാക്ഷൻ എന്നെല്ലാം പറഞ്ഞ് വലിയ വലിയ ആൾക്കാരെ ആ ഭാഗത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇങ്ങനെ അവർ പോയി അന്വേഷിച്ച് പോകുന്ന സമയത്ത് വിന്ധ്യപർവ്വതത്തിൻ്റെ മുകളിലൂടെയൊക്കെ പോയിട്ട് അന്വേഷിക്കാനായിരുന്നു. അന്നേരം വലിയ വലിയ മൃഗങ്ങളെയൊക്കെ കൊന്നു തിന്നിട്ട് ഒരു ഗംഭീരനായ ഒരാൾ വരുന്നുണ്ട്. ഇതന്നെ പിന്നെ ഇത് തന്നെയാണ് കേട്ടോ. അരി രാവണന് കൊടുത്തു, പിടിച്ച് നല്ല കൊടുത്തു, കൊന്നു. ഇതല്ല, ഇത് രാവണനല്ല എന്ന് വിചാരിച്ച് പിന്നെയും പോയ സമയത്ത്
വലിയ വെറും അന്ധകാരം മാത്രം, വെളിച്ചം എന്ന് പറയുന്ന സംഭവം ഇല്ലേ ഇല്ല. അപ്പൊ ദാഹം കൊണ്ടാണെങ്കിൽ ഇവര് വലഞ്ഞു, സംസാരിക്കാൻ പോലും പറ്റുന്നില്ല, തൊണ്ടയൊക്കെ ഉണങ്ങിയിട്ട്. അന്നേരം ഒരു ഗുഹ കാണുന്നുണ്ട്. ആ ഗുഹയിൽ നിന്ന് ഈ പക്ഷികൾ മേലോട്ട് പറന്നു പോകുന്ന, അവരുടെ ആ പക്ഷികളുടെ ചിറകിൽ നിന്ന് വെള്ളം ഇങ്ങനെ ചീറ്റി വീഴുന്നുണ്ട്. അപ്പം മനസ്സിലായി ഇവിടെ ഒരു ഗുഹ ഉണ്ട്, ഈ ഗുഹക്കകത്ത് തടാകമൊക്കെ കാണും. അതുകൊണ്ടല്ലേ ഇവര് ഈ പക്ഷികളുടെ ചിറകിൽ നിന്ന് വെള്ളം ഉറ്റുന്നത്. നമുക്ക് പോവാന്ന് പറഞ്ഞു. അതിലിറങ്ങി. മുമ്പിൽ ഹനുമാൻ ഇറങ്ങി, പിറകെ മറ്റുള്ളവർ ഇറങ്ങി. അങ്ങനെ ഒന്നും കാണുന്നില്ല. കയ്യും പിടിച്ചിട്ടാണ് പോകുന്നവര്. കുറേ ദൂരം എത്തിയ സമയത്ത് നല്ലൊരു സ്ഥലം കാണുന്നുണ്ട്, ഈ ഗുഹക്കകത്ത്. എങ്ങനെയാണത്? സ്വർണ്ണമയം മനോമോഹനം, കാൺമോർ കണ്ണിനുമേറ്റം ആനന്ദകരം പരം. വാപികളുണ്ട് മണിമയവാരിയാൽ, അപൂർണകളായ ദീപ വിശദമായി. പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ട്, കൽപ്പദ്രുമതുല്യമായി. പീയൂഷസാന മധുദ്രോണ സംയുതപേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ള വസ്യങ്ങളുണ്ട്, പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി. മാനസമോഹനമായ ദിവ്യസ്ഥലം, മാനുഷവർജിതം ദേവഗേഹോപമം. അങ്ങനെയൊക്കെയാണ് ഇവര് കാണുന്നത്. അത് ഇറങ്ങിയിട്ടാകുമ്പോൾ ദൂരെ കാണുമ്പോൾ ഇവർക്ക് ഇരുട്ടലുണ്ട്. നല്ല നല്ല രത്നങ്ങളൊക്കെ പതിച്ച ഒരു അതിഗംഭീര ഒരു വലിയൊരു മീറ്റിംഗ് ഒക്കെ നടത്താവുന്ന മാതിരിയുള്ള വലിയൊരു ഹോള് പോലെ എനിക്ക് തോന്നിയത്. പിന്നെ വാപികളുണ്ട്, തടാകങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. പഴങ്ങളുണ്ട്, പഴങ്ങൾ പിടിച്ച് പഴുത്ത് നിൽക്കുന്ന വൃക്ഷങ്ങളുണ്ട്. അതായത് ആ ദേവലോകത്തിൻ്റെ അതല്ലേ കൽപ്പദ്രുമ, അതുമാതിരി. കുടിക്കേണ്ട വെള്ളമുണ്ട്, എല്ലാം ഒക്കെ ഉണ്ട് അവിടെ. ഇല്ലാത്തൊന്നുമില്ല അവിടെ. ഇങ്ങനെ ആറ്റിന് മനുഷ്യനില്ലാതാണ് ഇവർക്ക് സംശയം. മനുഷ്യന്മാരായിട്ട് ആരും ഇല്ലാതെ സമയത്ത് അങ്ങനൊരു അതിസുന്ദരിയായ ഒരു സ്ത്രീനെ കണ്ടു. അവരെന്നാ ധരിച്ചിനി ജടാവൽക്കലം കൊണ്ടിട്ടാണുള്ളത്. യോഗം ധരിച്ചു ജടാവൽക്കലം കൊണ്ടു യോഗിനി നിശ്ചല ധ്യാന നിരതയായി, പാവകജ്വാലാ സമാഭകലർന്ന അതിപാവനയായ മഹാഭാഗയെ കണ്ടു. തൽക്ഷണേ സന്തോഷപൂർണ്ണ മനസ്സൊടു ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാൾ. ശാഖാമൃഗങ്ങളെ കണ്ട് മോദം കൊണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൾ. അങ്ങനെയുള്ള സ്ഥലത്ത് മനുഷ്യന്മാരൊന്നും കാണുന്നില്ലല്ലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് ഒരു യോഗിനിനെ കണ്ടു. അത് എന്താ പറയാ, ദേവസ്ത്രീക്ക് തുല്യം. പാവകജ്വാല, ആ അഗ്നി ജ്വലിക്കുന്നത് പോലെ ജ്വലിക്കുന്ന ഒരു യോഗിനി. വേഗം പോയി നമസ്കരിച്ചിട്ടാകുമ്പം അവരോട് പറയുന്നത്, നിങ്ങൾ ആരാണ്, എവിടെന്നാ വരുന്നത്, എന്തിനാ ഇവിടെ വന്നത്, എങ്ങനെ ഈ വഴി അറിഞ്ഞത്, ഇനി എങ്ങോട്ടാ പോണത്, എല്ലാം ഒക്കെ ചോദിച്ചു. ഒക്കെ പറയണമെന്ന് പറഞ്ഞു. നേരം പറഞ്ഞു. വായുതനയനായ ഹനുമാൻ പറഞ്ഞു, ഞാനൊക്കെ പറഞ്ഞു തരാം അമ്മേ, ഞാൻ കളവ് പറയാറില്ല, സത്യം മാത്രമേ പറയുള്ളൂ. ഉത്തരകോസലത്തിൽ അയോധ്യ എന്ന് പേരുള്ള ഒരു രാജ്യം ഉണ്ട്. അവിടെ ദശരഥൻ എന്ന് പേരുള്ള ഒരു രാജാവ് ഉണ്ടായിരുന്നു. 4 കുട്ടികളുണ്ടായിരുന്നു, 4 പുത്രന്മാര്. മൂത്തയാള് നാരായണ സമനാണ്, ശ്രീരാമൻ എന്ന പേര്. അതിൻ്റെ ഇടക്ക് എന്തോ ഒരു എന്താ 3 പത്നിമാരുണ്ട്, വേറെ കുറെ പത്നിമാരുണ്ട്. ഈ 3-ൽ ഒരാളുടെ ഒരു വാക്ക് കേട്ടിട്ട് ഈ മൂത്തപുത്രനായ ശ്രീരാമചന്ദ്രനെ വനവാസത്തിന് അയക്കേണ്ടി വന്നു എന്നാ പറയേണ്ടത്. അങ്ങനെ വന്ന് അനിയനോടും പത്നിയോടും കൂടി കാട്ടിൽ താമസിക്കുന്ന സമയത്ത് രാവണൻ ദശാസ്യ ദേവീനെ കട്ടുകൊണ്ടുപോയി. ഇവരിങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ജ്യേഷ്ഠനും അനിയനും കൂടി. ആ സമയത്ത് സുഗ്രീവനെ കാണാനും സഖ്യം ചെയ്യാനും ഒക്കെ സന്ദർഭം ഉണ്ടായി.
എന്താ സഖ്യം ചെയ്തെന്ന് വെച്ചാൽ അഗ്രജനായ ജ്യേഷ്ഠനെ ബാലിയെ കൊന്ന് സുഗ്രീവന് രാജ്യം കൊടുക്കാണ്. അഗ്രജനായ ബാലിയെ കൊന്നിട്ട് സുഗ്രീവന് രാജ്യം കൊടുക്കാനും ഭഗവാനും അതിന് പ്രത്യുപകാരമായിട്ട് സീതയെ അന്വേഷിച്ചു വരാമെന്ന് സുഗ്രീവനും അങ്ങനെ എല്ലാ ദിക്കിലേക്കും വാനരന്മാരെ അയച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് വന്നത് ഞങ്ങളാണ്. ഞങ്ങൾക്ക് വല്ലാതെ ദാഹം ഉണ്ടായിരുന്നു. അപ്പം ഇതിൽ നിന്ന് പക്ഷികൾ പറന്നു പോകുന്നത് കണ്ടിട്ട് ഞങ്ങൾ വെള്ളം കിട്ടുമോ നോക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് അമ്മേന്ന് പറഞ്ഞു. അപ്പം അമ്മേനെ ദേവീനെ കാണാൻ പറ്റിയത് ഞങ്ങളുടെ മഹാഭാഗ്യം. ആരാണെന്നുള്ളത് ഞങ്ങൾക്ക് അറിയുന്നില്ല, ഒന്ന് അതും കൂടി പറഞ്ഞു തന്നാൽ നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് വാ, ഇന്ന് പഴങ്ങളും ഒക്കെ കഴിച്ച് പിന്നെ വെള്ളമൊക്കെ കുടിച്ച് നല്ല തൃപ്തരായിട്ട് വാ. എന്നിട്ട് ഞാൻ ഇപ്പം ബുദ്ധിയെല്ലാം നിങ്ങളത് ശരിക്കുമല്ല ഇല്ലത്, ഇതാകും വിശപ്പും കൊണ്ട് അതൊക്കെ ശരിയാക്കിയിട്ട് വാ എന്ന് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അവർ എല്ലാ മൂലഫലങ്ങളും ഭുജിച്ചു അധുവാനെല്ലാം ചെയ്ത് ഗംഭീരന്മാരായി സന്തോഷമായിട്ട് ദേവിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു. നേരം ഹനുമാനെ അഭിമുഖീകരിച്ചിട്ട് ഈ ദേവി പറയാൻ തുടങ്ങി. വിശ്വവിമോഹന രൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാമനോഹരി. വിശ്വകർമാവിൻ്റെ മകളായ ഹേമ, അവര് നല്ല നൃത്തം വെക്കും. ആ നൃത്തം കണ്ടിട്ട് മഹാദേവൻ സന്തോഷിച്ചു. അന്നേരം ഈ ദിവ്യപുരം കൊടുത്തു മഹാദേവൻ. ഒത്തിരി ആയുധായുധം വർഷം നല്ല സന്തോഷമായിട്ട് ഇവിടെ താമസിച്ചു. ഞാൻ അവരുടെ സഖിയാണ്. എൻ്റെ പേര് സ്വയംപ്രഭ എന്നാണ്. എനിക്ക് മോക്ഷം മാത്രമേ വേണ്ടൂ. ഞാൻ ഗന്ധർവൻ്റെ പുത്രിയാണ്. ഒരു ഗന്ധർവനാണ് എൻ്റെ പിതാവ്. അപ്പോൾ ഹേമ പോയി, ഏത് ബ്രഹ്മലോകത്തേക്ക് പോയി. ഞാൻ എന്നോട് പറഞ്ഞു അവിടെ തപസ് ചെയ്തിരുന്നു, അവിടെ ജന്തുക്കളൊന്നും വരില്ല എന്ന് പറഞ്ഞു. ത്രേതായുഗത്തിലെ ശ്രീനാരായണൻ ദശരഥപുത്രനായിട്ട് അവതരിക്കും. അപ്പോൾ പിന്നെ ഭൂമിയുടെ ഭാരം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയത്ത് ശ്രീരാമപത്നീനെ ദശാനനെ കട്ടുകൊണ്ടുപോകും. അപ്പം ദേവീനെ അന്വേഷിച്ചിട്ട് വാനരന്മാർ വരും. അന്നേരം അവരെ സൽക്കരിക്ക വേണ്ട പോലെ സൽക്കരിച്ചിട്ട് ഉപകാരം ചെയ്യണം. എന്നിട്ട് ശ്രീരാമചന്ദ്രനെ പോയിട്ട് വണങ്ങണം, നമസ്കരിക്കണം. ആരാണറിയോ ഈ ശ്രീരാമദേവൻ? നാരായണസ്വാമി തന്നെയാണ്. ആ നാരായണസ്വാമിയെ ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചാൽ മുക്തി കിട്ടും എന്ന് പറഞ്ഞു. എന്നാലും ഞാനിനി പോവാം എന്ന് പറഞ്ഞിട്ട് ടാറ്റാ പറഞ്ഞിട്ട് അവര് പോയി. ഹേമ നേരം ഞാനിനി ഭഗവാനെ ശ്രീരാമചന്ദ്രനെ കാണാൻ പോകുന്നു. നിങ്ങളെ കണ്ണടക്ക് നിങ്ങൾ ഇറങ്ങി വന്ന ആ സ്ഥലത്ത് ഞാൻ നിങ്ങളൊക്കെ എത്തിക്കാന്ന് പറഞ്ഞു. അവർ കണ്ണടച്ചു. നേരത്തെ ഉണ്ടായ സ്ഥലത്ത് നിർത്തുകയും ചെയ്തു. അവർക്ക് അത്ഭുതം തോന്നി. ഇത്രയും ആൾക്കാർ ഒരു കണ്ണടക്കുമ്പോഴത്തേക്ക് എങ്ങനെ നമ്മളിവിടെ എത്തിയേ എന്നുള്ളൊരു വിചാരം. അങ്ങനെ ഈ യോഗിനി എന്ത് ചെയ്തു വെച്ചാൽ ഗുഹാവാസമൊക്കെ മതിയാക്കി വേഗം ശ്രീരാമചന്ദ്രത്തേക്ക് പോയി. ലക്ഷ്മണനോടും സുഗ്രീവനോടും കൂടി ഇരിക്കുന്ന ആ ഭഗവാനെ കണ്ടിട്ട് പ്രദർശനം വെച്ച് നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമ ദയാനിധേ. കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാത്ത ജഗൽപദേ ശ്രീപദേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനാൻ. രുദ്രൂപ സന്ദർശനാർത്ഥം തപോബലമദ്ദൈവ നൂനം ഫലിതം രഘുപതേ. ഞാൻ അങ്ങയുടെ ദാസിയാണ് വാസുദേവ, ശ്രീരാമചന്ദ്ര പ്രഭു. ഞാൻ കാണാൻ വേണ്ടി വന്നതാണ് അങ്ങേ. ഞാൻ ഒരുപാട് സംവത്സരായി ധ്യാനത്തിൽ ഇരുന്നിട്ട് തപസ് ചെയ്യുന്നത് ഈ രൂപം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം എനിക്ക് അതിൻ്റെ ഫലം കിട്ടി. ആരാണങ്ങ്? വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം ആദ്യനായൊരു ഭവന്തം. അതായത് ശ്രീനാരായണ സ്വാമി തന്നെയാണ്. അങ്ങാർക്കും അങ്ങേ പോലെ എന്ന് പറയുന്ന ആരുമില്ല. അന്തർബഹിസ്ഥിതം എല്ലാ സർവഭൂതങ്ങളുടെയും
അന്തരാത്മാവിൽ വിളങ്ങുന്ന ഭഗവാനാണത്. ഈ മായയാകുന്ന ഒരു യവനിക ഉണ്ട്. ഈ മനുഷ്യന്മാർ വിചാരിക്കുന്നത് മനുഷ്യന്മാർക്ക് അങ്ങനെ അറിയാൻ പറ്റുന്നില്ല, അത്രയേ ഉള്ളൂ. അങ്ങനെയുള്ള വിജ്ഞാനമൂർത്തി, ജ്ഞാനമല്ല വിജ്ഞാനത്തിന്റെ മൂർത്തിയാണ് ഭഗവാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങേ ഞാനെങ്ങനെ അറിയുന്ന വെറും താമസിയായി ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്തുതിച്ചു. നാരായണ തവ ശ്രീപാദ ദർശനം ശ്രീരാമ മോക്ഷൈക ദർശനം കേവലം ജന്മമരണ ഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്ത ദർശനം പുത്രകളത്ര മിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മനുഷ്യർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമമേ ജപിക്കായി വരേണമേ. അങ്ങേ ആർക്കും മനസ്സിലാവൂല. എന്തെന്ന് വെച്ചാൽ ആ ഒരു മായയാകുന്ന തിരശീല കൊണ്ട് മറച്ചിട്ടാ ഉള്ളത്. അതുകൊണ്ട് ആർക്കൊന്നും അങ്ങയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്നാൽ രാമനാമം ജപിക്കൂ ഇവര്? രാമനാമം ജപിക്കൂല ഈ മനുഷ്യന്മാര്. എനിക്ക് രാമനാമം ജപിക്കാനുള്ള അനുഗ്രഹം തരണേ എന്ന് പറഞ്ഞു. എന്നിട്ടും സ്തുതിക്കുന്നു. നിത്യായ നിഷ്കിഞ്ചനാർത്ഥായ തേ നമഃ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമഃ വേദാത്മകം കാമരൂപിണമീശാനമാദിമധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ. അങ്ങേക്കല്ലാതെ അങ്ങേ വേറെ ആൾക്കറിയാൻ പറ്റുക? ആർക്കും പറ്റൂല. അങ്ങ് നിഷ്കിഞ്ചനാണ്, സ്വാത്മാഭിരാമനാണ്, നിർഗുണനാണ് ഒക്കെ വർണ്ണിച്ചു. അങ്ങനൊക്കെ വർണ്ണിച്ചിട്ട് പിന്നെയും പറയുന്ന അങ്ങ് അവതരിക്കാനുള്ള കാരണം ഓരോരാൾക്കാർ ഓരോ തരത്തിലാണ് പറയുന്നത്. മേദിനി തന്നിൽ വിചിത്ര വേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തുൽക്കഥാ പീയൂഷപാന സിദ്ധിക്കെന്ന് ചൊല്ലുന്നിതു ചിലർ, മറ്റു ചിലരിഹ ചൊല്ലുന്നിതു ഭുവി കോസല ഭൂപതി തന്നെ ഘോര തപോഫല സിദ്ധയെ നിർണയമെന്ന് ചിലർ പറയുന്നിതു. അങ്ങനെ ഓരോരാൾക്കാർ ഇപ്പം പ്രഭാഷണം പറയുന്നവര് അവരുടെ ഓരോരാളുടെ മനസ്സിൽ തോന്നുന്നത് പോലെയല്ലേ പ്രഭാഷണം പറയുന്നത്. അതുമാതിരി ഇപ്പം ജനങ്ങൾ പറയുന്നത് ഓരോരാൾക്കാർ അവർക്ക് തോന്നിയതുപോലെ പറയുന്നു. എന്താ പറയുന്ന? അങ്ങയുടെ നാമം, ആ കഥാപീയൂഷം ഞങ്ങൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് അവതരിച്ചത് എന്ന് പറയുന്നു. ചിലവരൊന്നും അതല്ല, ദശരഥന്റെ അഘോരമായ തപസ്സിന് കിട്ടിയ ഫലാണ് എന്ന് ചിലർ പറയുന്നു. ചിലരൊന്നും അതൊന്നല്ല, ആ കൗസല്യാദേവിയുടെ പ്രാർത്ഥന കൊണ്ടാന്നുണ്ടായത്. അപ്പൊ ചിലരുന്നു അതൊന്നുമല്ല, ആ സീതാദേവിയുടെ ഭാഗ്യത്തിന് എൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായത് അന്ന്. അന്ന് ചിലവർ പറയുന്നത് ഇതൊന്നും അല്ലടോ, ബ്രഹ്മാവിൻ്റെ അപേക്ഷ കൊണ്ട് ഈ നിശാചര വംശം എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. ഇങ്ങനെ ഓരോരാൾ പറയുന്നു. ഭൂപാലപുത്രൻ രാജകുമാരനായിട്ട് വന്നതെന്തിനീ ഭൂമിയുടെ ഭാരം നശിപ്പിക്കാനാണെന്ന് ചിലർ പറയുന്നു. ചിലർ പറയുന്ന ധർമ്മത്തെ രക്ഷിച്ചിട്ട് അധർമ്മത്തെ നീക്കുവാനാണ് സൂര്യവംശത്തിൽ വന്ന് അവതരിച്ചതെന്ന് പറയുന്നു. ഇങ്ങനെ ഓരോരാളായിരിക്കൊന്നും ഒരു എന്നാ വേണ്ട എന്തിനാന്ന് സംഭവം ഒന്നും ആയിരിക്കൊന്നും തിരിഞ്ഞില്ല. ഇങ്ങനെ പറയുന്നത്. എന്നാൽ ഒന്ന് ഞാൻ പറയാം, അങ്ങയുടെ കഥകൾ ആരാണോ കേൾക്കുകയും പാടുകയും വർണ്ണിക്കുകയും ചെയ്യുന്നത് അവന് ഭവാർണവം കടക്കാനും പറ്റും, അങ്ങയുടെ പാദപങ്കേരുഹം കാണാനും പറ്റും. ഞാൻ എങ്ങനെ കാണുന്നത്, എങ്ങനെ ഞാൻ അറിയുന്നത്, എങ്ങനെ ഞാൻ സ്തുതിക്കേണ്ടത്? ശ്യാമളം കോമളം ബാണധനുർധരം രാമം സഹോദര സേവിതം രാഘവം സുഗ്രീവ മുഖ്യ കപികുല സേവിതമഗ്രേ ഭവന്തം നമസ്യാമി സാമ്പ്രതം രാമായ രാമഭദ്രായ നമോ നമോ രാമചന്ദ്രായ
നമസ്തേ നമോ നമ. ഇങ്ങനെ ചൊല്ലി സ്വയം പ്രഭയും വീണു മംഗലവാച നമസ്കരിച്ചിടിനാൻ. ഇങ്ങനെ സ്തുതിച്ച് ആ ഭഗവാനെ തന്നെ ഇങ്ങനെ പാനം ചെയ്തിട്ട് ആ സ്വയംപ്രഭ അങ്ങനെ സ്തുതിച്ചു എന്ന് പറയുന്നത് നമുക്ക് ഇന്ന് സമർപ്പിക്കാം ഭഗവാൻ തൃപ്പാദപത്മങ്ങളിൽ. പൂർവം രാമതപോവനാനിഗമനം ഹത്വാ മൃഗം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീ നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാദ്രാവണ കുംഭകർണനിധനം നേരധ്യ രാമായണം. ശ്രീരാമചന്ദ്രപ്രഭോ പാഹി പാഹി.